നമസ്കാരം. ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തികച്ചും വ്യത്യസ്തവും ആരും പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ജോൺസൺ സ്റ്റാർഗറ്റിലൂടെ അതിൻ്റെ നിരീക്ഷണത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ. അവയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവർ. ഇന്ത്യയുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നവർ എന്ന വിഷയമാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്കത് പറയാം. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഭയങ്കര സംഭവമാക്കുന്ന കുറേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ഒരു തട്ടിപ്പാണ്, വലിയ തട്ടിപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1983 കപിൽ ദേവിൻ്റെ ക്രിക്കറ്റ് കളിക്കാർ വേൾഡ് കപ്പ്, പ്രൊഡൻഷ്യൽ വേൾഡ് കപ്പ് നേടി. അതിനു മുമ്പ് ഒളിമ്പിക്സിൽ ഹോക്കിയിലൊക്കെ സ്വർണം കിട്ടിയിരുന്ന നാടാണത്രേ ഇന്ത്യ. കുറേ കഴിഞ്ഞപ്പോൾ കള്ളന്മാരായിട്ടുള്ള വെള്ളക്കാർ, വെസ്റ്റ് ഏണേഴ്സ് ശരിക്കുള്ള കളിസ്ഥലം മാറ്റിയിട്ട് സിന്തറ്റിക് ടർഫ് എന്ന് പറഞ്ഞ തട്ടിപ്പ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഹോക്കിയിൽ ഏകദേശം മൊട്ടയായി മാറി. അപ്പം ഈ സിന്തറ്റിക് ടർഫ് എന്ന് പറഞ്ഞത് കൂടുന്നത് തന്നെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം എന്ത് ഇന്ത്യ എന്ന് പറയുന്ന കോൺട്രിയുടെ ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിലെല്ലാത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ക്രിക്കറ്റ് നമ്മൾ പറഞ്ഞു, ഇതിലൊക്കെ ഇവരാണ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നത്, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നത് ഈ പറയുന്ന ക്രിക്കറ്റ് കളിക്കാർ, ഹോക്കി കളിക്കാരൊക്കെ എന്നാണ് പറയണത്. ഇപ്പോൾ ഹോക്കിയിൽ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇല്ല. ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റാണ് ഒരെണ്ണം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് കുറേ കാലത്തേക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ കാര്യങ്ങളില്ല. ഒക്കെ വെറുതെ ഇങ്ങനെ ഇവിടെ കുറേ പേര് പൈസയും ചിലവാക്കിയിട്ട് ഫ്ലക്സ് അടിച്ചു വെച്ച് കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാണ്ട് ഭയങ്കര സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകളും പുലിയാട്ടുകളൊക്കെ നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ടുള്ളവർ, കുഞ്ഞാൾഡിനിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, റൊണാൾഡിനിയോയ്ക്ക് വേണ്ടിയിട്ട്, റൊണാൾഡോന് വേണ്ടിയിട്ടുള്ളത്, അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെ ഇതിലൊന്നും ഇന്ത്യ ഇല്ല. കാരണം വേൾഡ് സ്റ്റാൻഡേർഡിൽ ഇന്ത്യ ഫുട്ബോളിലില്ല. ആ കൂടി 180 190 കോൺട്രീസ് ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പം അതിൽ 150 താഴെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ 145-150 കോടി ജനതയുള്ള കോൺട്രി ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ നന്നായി കളിച്ചു പോകുന്നുണ്ട്. ഇതിനൊക്കെ മുട്ടുസൂചി പോലത്തുള്ള കോൺട്രികളൊക്കെ വന്നിട്ട് ഭയങ്കര കളി കളിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളിൽ ഇന്ത്യക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷേ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഫുട്ബോൾ ടീമുകളുണ്ട്. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് വോളിബോള്, ബാസ്കറ്റ് ബോള്. ഇതിലൊന്നും ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇല്ല. പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ളത് ക്രിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഒരെണ്ണം ഇപ്പോൾ ചെസ്സാണ്. ഇംഗ്ലീഷ് ഇയർ 1987 വിശ്വനാഥൻ ആനന്ദ് വേൾഡ് ജൂനിയർ ചാമ്പ്യനായി. അതിനുശേഷം 2000 വേൾഡ് ചാമ്പ്യനായി.
അവിടുന്ന് പിന്നെ ഒരു 5 തവണ അങ്ങനെ വിവിധ ഫോർമാറ്റുകളിൽ അദ്ദേഹം വേൾഡ് ചാമ്പ്യനായി 5 തവണ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള അതുല്യ പ്രതിഭയാണ് വിശ്വനാഥൻ ആനന്ദ്. അപ്പോൾ വിശ്വനാഥൻ ആനന്ദ് വേൾഡ് ചാമ്പ്യനായപ്പോൾ ഇന്ത്യ വീണ്ടും സ്റ്റാൻഡേർഡായി, ഇൻ്റർനാഷണലിൽ സ്റ്റാൻഡേർഡായി. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്യണം. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉയരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റേഡിയങ്ങൾ കെട്ടുന്നതും സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് കൊണ്ട് നടക്കുന്നതും ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്മുടെ യശസ് ഉയർത്താണ് ഇവരൊക്കെ ചെയ്യണതെന്ന് പറയുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെതായിട്ടുള്ള കാര്യപ്രകാരം നമുക്ക് ഇവിടെ യശസ് ഉയരാൻ പാടില്ല. അങ്ങനെ ഉയർത്തുന്ന പ്രശ്നം ഉദിക്കണില്ല. അത് ഭയങ്കര വിഷയമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിലും യശസ് ഉയർത്താൻ പറ്റില്ല. നമ്മുടെ യശസ് ഉയരണമെങ്കിൽ ഇൻ്റർനാഷണൽ കള്ളന്മാരുടെ, നമ്മളെ കൊള്ളയടിച്ചിട്ടുള്ള കോളനി കള്ളന്മാരായിട്ടുള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികളുടെ അവരുടെ പുലിയാട്ടുകളിൽ പോയിട്ട് അവരുടെ അവിടെ പോയിട്ട് നമ്മൾ ജയിച്ചാലാണ് എന്തുണ്ടാവുക, നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരുള്ളൂ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉയരുള്ളൂ. അവരുടെ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പട്ടികളുടെ പോലെ ഒന്ന് വാലാട്ടിയാലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉയരുള്ളൂ എന്നൊക്കെയാണ് 1950 മുതൽ നമ്മളെവിടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കുറ്റിയും കോലും കളിച്ചിട്ട് ഇപ്പോൾ ലോക ചാമ്പ്യൻ ആയാലൊന്നും ഒരു കാര്യമില്ല. കാരണം കുറ്റിയും കോലും എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പെടുന്നതല്ല. സാധാരണ അമ്പും വില്ലും വെച്ചിട്ടുള്ള ഇതിലൊന്നും പോയാലൊന്നും നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വരില്ല. അവരുടെ എന്താ പറയുക, കുറേ കമ്പനികൾ ഉണ്ടാക്കുന്ന തട്ടിപ്പ് മെഷീൻസ് വെച്ചിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആവാൻ. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ എല്ലായ്പ്പോഴും അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ അതിൽ അവരുടെ മുകളിൽ വരണം. അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത് അവരുടെ സൗകര്യത്തിൻ്റെ. നമ്മൾ പറഞ്ഞു ഹോക്കി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കളിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ശരിക്കുള്ള കളിസ്ഥലം മാറ്റിയിട്ട് സിന്തറ്റിക് ടർഫ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് റബ്ബർ ഇതൊക്കെ ഇട്ടുള്ള പുലിയാട്ട കൊണ്ടുവച്ചോടുകൂടി നമ്മുടെ കളി നമ്മുടേതല്ലാണ്ടായി മാറി. ജർമ്മനി എന്ന് പറഞ്ഞവരും ഓസ്ട്രേലിയ എന്ന് പറഞ്ഞവരൊക്കെയാണ് ഇപ്പോൾ ഹോക്കിയിൽ വലിയ കുതിരകളായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡിൽ നമ്മൾ കളിക്കുന്ന കളികളാണ്, അവരുടെ കളികളാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്, അവരുടെ കളികളാണ് ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത്. ബാഡ്മിൻ്റണിൽ ഓൾ ഇംഗ്ലണ്ട് ചാമ്പ്യൻഷിപ്പ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1980 പ്രകാശ് പദുക്കോൺ ജയിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഇത് പെട്ടെന്ന് പൊങ്ങിപ്പോയി. കാരണം വെച്ചാൽ ഓൾ ഇംഗ്ലണ്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇത് പൊങ്ങിപ്പോയില്ലേ. അപ്പം അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. അതേസമയം നമ്മുടെ അവിടെ കുറ്റിയും കോലും കളിച്ചു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ കബഡിയിൽ പ്രതിഭകളായി കഴിഞ്ഞാൽ, ഗുസ്തിയിൽ പ്രതിഭകളായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് പോരാ. അപ്പോൾ നമുക്കത് പറ്റില്ല. നമ്മൾ ഗ്രീക്ക് റോമൻ ഇതിൽ പോയിട്ട് അവരുടെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോരുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപടിയാണ്. ഈ വെള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻ തെമ്മാടികളുടെ വാലിൻ്റെ ഒപ്പം പോയാൽ മാത്രമേ നമ്മുടെ സ്റ്റാൻഡേർഡ് വലുതാവുള്ളൂ. അവരെന്ത് ചെറ്റത്തരം കാണിച്ചാലും അത് സഹിച്ച് നിന്ന് അവർ എന്തു പുലമ്പിയാലും അതിനിങ്ങനെ വാലാട്ടി നിന്ന് എല്ലാ ചെറ്റത്തരങ്ങളും അവർക്ക് അനുകൂലമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു എന്നാണ് ഇവിടെയുള്ള മീഡിയ തെമ്മാടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും സ്റ്റാൻഡേർഡ് ഉയരുള്ളൂ. ഭാരതത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായാലും അവിടെ സ്റ്റാൻഡേർഡ് ഉയരില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഭാരതത്തിൽ ഭാരതീയമായ കാര്യങ്ങളാണത് ഉള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും നമ്മളുടെ കൈവശമാണുള്ളത്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇതിൻ്റെയൊക്കെ ഈ ലോകത്തെ തീറ്റി പോറ്റുന്നത് ഭൂരിഭാഗം നമ്മളുടെ സംഭാവനയാണ്. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ല. കാരണം വെച്ചാൽ അവരുടെ കാര്യങ്ങളല്ലല്ലോ ഇവിടെ ഉള്ളത്. നമ്മുടെ കാര്യങ്ങൾ ആ സ്റ്റാൻഡേർഡിൽ പെടില്ല. അപ്പം അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. ഇപ്പം ഈ UN എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്, UN എന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഈ കള്ള ഇംഗ്ലീഷ് ക്രിസ്ത്യൻസ് ആണ്. അതിൽ ചൈനനെ കൂട്ടി. ചൈനനെ പറഞ്ഞപ്പോൾ കൂട്ടാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയും കൂടിയിട്ട് അവരുടെ മൂട് താങ്ങിയപ്പോൾ ചൈനനെ കയറ്റി. അതിൽ വീറ്റോ പവറുള്ള 5 നാഷൻസിൽ ഒന്നാക്കി മാറ്റി. ഈ വീറ്റോ പവർ എന്താണ്? ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ കള്ളന്മാർക്ക് 45 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1945 ഈ
പറയുന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ കൊള്ളക്കൂട്ടം ഉണ്ടാക്കുന്നത്. അതിൽ അവർ 5 പേര് ആദ്യം ചൈനയ്ക്ക് മുമ്പ് 1970 മറ്റാണ് ചൈനേനെ കൂട്ടിച്ചേർത്തത്. 72 മറ്റാണ് ചൈനേനെ കൂട്ടിച്ചേർത്തത്. അതിനു മുമ്പ് ആരാണ് 1945 ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കോളനികളെ അടക്കി ഭരിക്കാൻ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മാത്രമാണ് UN എന്ന് പറയുന്നത്. UN ബാക്കിയുള്ള ഭാഗങ്ങളാണ് ബാക്കിയുള്ള എല്ലാതും തന്നെ. വേൾഡ് ഫുട്ബോൾ അസോസിയേഷൻ ആണെങ്കിലും UN ചെസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഫിഡെ ആയാലും വേൾഡ് ബാങ്ക് ആണെങ്കിലും എന്ത് തേങ്ങയുടെ മൂടാണെങ്കിലും IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണെങ്കിലും ഒക്കെ ഈ നമ്മളെ കൊള്ളയടിക്കുക, പറ്റിക്കുക, ചതിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് കോളനികൾ ഇവരടിച്ചുണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അവരുടെ സ്റ്റാൻഡേർഡിൽ നമുക്ക് എങ്ങനെയാണ് അവരുടെ സ്റ്റാൻഡേർഡിൽ പോണത്? എന്തിനു പോകണം നമ്മൾ? അപ്പോൾ നമ്മളുടെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ എന്തൊക്കെ പുലിയാട്ടുകളാണെങ്കിൽ അത് നമ്മളിവിടെ കൊടുന്ന് വെക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഈ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാല് പിടിച്ചിട്ട് അവരുടെ വാല് പൊങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ വാലും പൊങ്ങിയിട്ട് അവരുടെ വാലിനെ ഇങ്ങനെ ഒരുമിച്ചാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള ഒന്നിനും ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇല്ല. അവർ പറയണം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായി. അവർ പറഞ്ഞില്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയില്ല. ഇങ്ങനെയുള്ള കുറെ കൊള്ള ശൂദ്ര കൂട്ടങ്ങളെയാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. നമ്മുടേതായിട്ടുള്ള ഒന്നും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പെടില്ല. നമ്മുടേതായിട്ടുള്ള ചതുരംഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ചെസ്. ചതുരംഗം ഇവിടെ ഒരാൾക്കും അറിയില്ല. അറിയുന്നവരാണെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. തനിതമ്മാടികളാണ് ഇന്ത്യൻസും, അതും വേറെ ഭാഗമുണ്ട്. ഭാരതത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ചതുരംഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ചെസ് എന്ന് പറയുന്നത്. അപ്പൊ ചതുരംഗത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. സാധാരണ കുസ്തിക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ കളരികൾക്കൊന്നും സ്കൂളുകളിലും ഇതിലൊന്നും സ്ഥിരമായിട്ടുള്ള യാതൊരു വേദിയില്ല. അതേസമയം അവരുടെ പുലിയാട്ടുകളായിട്ടുള്ള ബോക്സിങ്, ചെസ്, ക്രിക്കറ്റ്, അതിനൊക്കെ ഇവിടെ ആളുണ്ട്. ഫുട്ബോളിന് പിന്നെ എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഫുട്ബോളിന് ഇവിടെ ടീം ഉണ്ടാക്കുന്നുണ്ട്. കളരിക്ക് എന്തുകൊണ്ട് ടീം ഉണ്ടാക്കിയിട്ടില്ല? നമ്മൾ അവരുടെ അവരുടെ പുലിയാട്ടുകൾ കോളനി നമ്മൾ അടക്കി വാങ്ങി കൊള്ളയടിച്ചിട്ടുള്ള കൊള്ളക്കാരുടെ അപ്രീസിയേഷൻ നമുക്ക് വേണ്ട. നമ്മുടെ അവരുടെ പുലിയാട്ട് കൊണ്ട് നമ്മൾ ഉയരണ്ട. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ ഇവിടത്തുള്ള കള്ളക്കൂട്ടങ്ങളായിട്ടുള്ള ഈ ഗവൺമെന്റുകൾ ഇതുവരെ പഠിച്ചിട്ടില്ലേ? നമ്മളുടെ ടാക്സ് നക്കി നടക്കുന്ന ഈ കൊള്ളക്കൂട്ടങ്ങൾ എന്തേ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ ഇത് പഠിക്കാത്തത്? നമ്മൾ അവരുടെ ഇതിനനുസരിച്ചിട്ട് വാലാട്ടണം. ഇൻഡിപെൻഡൻസ് കിട്ടിയെന്നാണ് നമ്മളോട് പറയുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഇൻ ദ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ കീശയിൽ. ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ. ഇൻ ദ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആശ്രിതത്വം എന്നാണ് അർത്ഥം. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കാം. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്രിതത്വം എന്നാണ് ഈ കള്ളന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മീനിങ്. മീൻ എന്ന് പറഞ്ഞാൽ നീചം എന്ന് അർത്ഥം ഉണ്ട് കേട്ടോ. അത് അവര് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. മീൻ, MEAN, മീൻ, നീചം. ഹിസ് എ മീൻ ക്യാരക്ടർ. അപ്പൊ അവര് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള മീനിങ് എന്താണ്? എന്താ മീനിങ്? ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്രിതത്വം. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആശ്രിതത്വത്തിൽ. സ്വാതന്ത്ര്യമല്ല കേട്ടോ, സ്വാതന്ത്ര്യമല്ല. ഇതൊന്നും മനസ്സിലാക്കി കിട്ടാൻ എന്തോരം പാടുണ്ടെന്നറിയാം. ഇവിടെ നടക്കുന്നത് മുഴുവൻ അവരുടെ കാര്യങ്ങൾ അവരുടെ ഇതിനനുസരിച്ചിട്ട് വാലാട്ടുന്ന തനി അധമത്വം, ശൂദ്രത്വമാണ് ഇവിടെ നടക്കുന്നത്. അത് ഏത് മേഖലയിൽ നിങ്ങളെടുത്ത് നോക്കിക്കോ, അവർ പുലമ്പണതനുസരിച്ച് നമ്മൾ വാലാട്ടണം.
അവർ പുലമ്പനുസരിച്ച് നമ്മൾ വാലാട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ സക്സസിൻ്റെ മാനദണ്ഡമായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളുടെയൊക്കെ കണ്ടമാനം ഇത് ഇവർ കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഐശ്വര്യം കൂട്ടുന്നത് എങ്ങനെയാണ്? ലക്ഷക്കണക്കിന് കോടി റുപ്യ ഇവിടെ ദൂർത്തടിച്ചിട്ട് ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകൾക്കിടക്ക് ഇവിടെ സ്റ്റേഡിയം കെട്ടിയിട്ട് അവരുടെ പുലിയാട്ടികൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ കർമ്മസമയം നശിപ്പിച്ച് ഇവിടെ ഉത്പാദനം ഇല്ലാണ്ടാക്കി ഇവിടെ കുത്തുവാളെടുപ്പിക്കുന്ന പുലിയാട്ടികൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കി നോക്കുക, ക്രിക്കറ്റ് കളിക്കാൻ ആ കൂടി 11 പേരുടെ ഒരു ഇന്ത്യൻ ടീമാണ് വരുന്നത്. അതിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് കോഞ്ഞാട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെസ്സിൻ്റെ ആകെ കൂടി ഇപ്പോൾ പുതിയ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. പ്രജ്ഞാനന്ദ, ഗുകേഷ്, നിഹാൽ സരീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അവര് ചെലവാക്കുന്നത് 14-15 വർഷമാണ്. ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ബാക്കി എന്തുണ്ടാവണത്? വീണ്ടും കോടിക്കണക്കിന് കുട്ടികളാണ് ഈ ചെസ്സിൻ്റെ രംഗത്ത് വന്നിട്ട് ഈ ചെസ്സിൻ്റെ ക്ലോക്ക്, ചെസ്സിൻ്റെ ബോർഡ്, ചെസ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം, ചെസ്സിൻ്റെ ബുക്സ്, ചെസ്സിൻ്റെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപേൻ്റെ വെസ്റ്റ് ഏൺ ബിസിനസ്സാണ്, വെസ്റ്റ് ഏൺ ചെയ്യുന്ന ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ ഗവൺമെൻറ്റുകളും അവരുടെ എന്തൊക്കെ പുലിയാട്ടുകളുണ്ടോ അതിനനുസരിച്ച് വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ കൊണ്ട് വാലാട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ പുലിയാട്ടുകൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയരുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സിൽ ഇവിടെ കയറ്റി വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ ലോകത്തിലെ ഡെവൽ എപ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രികൾ നിങ്ങൾ എടുത്ത് നോക്കും. അവരൊക്കെ അവരവരുടെ കാര്യം നോക്കി പോകുന്നവരാണ്. അവർ മാച്ച് ഒപ്പിക്കുന്ന പുലിയാട്ടിൽ അവരില്ല. വല്ലവർക്കനുസരിച്ച് വാലാട്ടുന്ന പുലിയാട്ടില്ല അവരില്ല. നിങ്ങൾ ഡെവൽ ആപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന ഈ പുലിയാടി കൺട്രികളെ നിങ്ങൾ എടുത്ത് നോക്ക്. അതിൽ അവരവരുടെ സ്വന്തം കാര്യമാണ് നോക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണു? അവരവരുടെ സ്വന്തം കാര്യം നോക്കണു, നമ്മൾ അവരുടെ കാര്യം നോക്കണു. അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ള ആളുകൾ 150 കോടി ഭാരതീയ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അവരുടെ സ്റ്റാൻഡേർഡ് മുട്ടിക്കാൻ വേണ്ടി പോകണു. നാണമില്ല ഇവിടുത്തെ ഗവൺമെന്റുകൾ എന്ന് പറയുന്നിരിക്കുന്ന ആളുകൾക്ക്. നമ്മളിതിനെ അവരുടെ ഇത് മുട്ടിക്കണത്. അങ്ങനെ നമ്മുടെ യശസ് ഇവരിങ്ങനെ ഉയർത്താണ്. നമ്മളെ കോടിക്കണക്കിന് രൂപയുടെ കടം മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ശൂദ്രന്മാരായിട്ടുള്ള പൊളൈറ്റീഷ്യൻസ് പോയിട്ട് കോടിക്കണക്കിന് രൂപയുടെ കടം മേടിച്ചു എന്ന് പറയുന്നത്. നമുക്കാർക്കും കിട്ടിയിട്ടുള്ളത്? ആർക്കും കിട്ടിയിട്ടുള്ളത്? ശൂദ്രന്മാരും കൊള്ളക്കാരും തമ്മിലുള്ള ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയാട്ടിൽ നമുക്കെന്ത്, ഭാരതീയർക്ക് എന്താ സ്ഥാനം? നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് കൂട്ടിക്കൊടുപ്പുകാരും ദല്ലാൾമാരെന്ന് പറയും. കൂട്ടിക്കൊടുപ്പുകാരും കൊള്ളക്കാരും തമ്മിലുള്ള ബിസിനസ് ഡീലില് ഡെറ്റ് മേടിക്കുന്നതിൽ നമുക്കെന്താ സ്ഥാനം? നമുക്ക് ആ ഒരു സ്ഥാനമില്ല. പക്ഷെ നമുക്ക് ഭയങ്കര കടം ഉണ്ടെന്നാണ് അവർ പറയണത്. ഡെറ്റിന്റെ സ്പെല്ലിങ് നിങ്ങൾ നോക്കുക, ഡി ബെറ്റാണ്. ഡി ബെറ്റ്, ആൽഫ ബെറ്റാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബെറ്റാണ്, ചൂതുകളി. അപ്പോൾ ഇതെല്ലാതും ചൂതാണ്. ഈ വെസ്റ്റേൺ പുലിയാടികളുടെ വാലിനനുസരിച്ചിട്ട് നമ്മുടെ വാലും ആട്ടണം എന്ന് പറയുന്നത് ചൂതുകളിയാണ്. അതിൽ നമുക്കൊരിക്കലും ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഈ പറയുന്ന സംപ്രേഷണത്തിലൂടെ ലഭ്യമാവുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മുടെ യശസ് ഉയർത്തേണ്ടത് നമ്മളുടെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, നമ്മളുടേതായിട്ടുള്ള കലകൾ, സാഹിത്യം, കളികൾ, വിദ്യാഭ്യാസം ഇതുപയോഗിച്ചിട്ടാണ്, നമ്മളുടേതായിട്ടുള്ള തൊഴിലുകൾ ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ പുലിയാട്ടുകളുടെ പിറകെ പോയിട്ടല്ല. ഐശ്വര്യം വരണമെങ്കിൽ ഭാരതീയമായവയുടെ ഉന്നമനമാണ് ആവശ്യം. ആ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ജോൺസൺ സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്ന ഈ പ്രത്യേക പരിപാടി നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ട്, അങ്ങനെ ഉറച്ചു കരുതിക്കൊണ്ട്, നന്ദി, നമസ്കാരം.